കാശ് കൊടുത്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും വാച്ചവറും ഒക്കെ നേടാൻ നോക്കുന്നതിന് മുമ്പ് യൂട്യൂബ് തന്നെ തരുന്ന ഹിന്റ് ഉണ്ട് നിങ്ങൾക്ക് വാച്ചവർ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബ് തന്നെ തരുന്ന ഹിന്റ് കൊണ്ട് നമുക്ക് എങ്ങനെ വാച്ചവർ ഈസി ആയിട്ട് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ആ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയി. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ടൈപ്പ് ടെക്നിക്കാണ് എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കമന്റ്സ് ഇങ്ങനെ ഒരു കമന്റ് ആണ് കാണിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാണ് കാണിക്കുന്നത്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പുതിയ യൂട്യൂബേഴ്സിന് എന്തായാലും ആ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണേ. കുറെ പേര് സെർച്ച് ചെയ്തപ്പം അവർക്ക് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പം സെർച്ച് ചെയ്യുമ്പം 2 റീസൺ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത, നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്ത ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വേറെ വേറെ ടോപ്പിക്കുകൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം വേറെ വേറെ ടോപ്പിക്കുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉറപ്പായിട്ടും റിസൾട്ട് കാണിക്കുന്നതാണ്. എന്റെ ചാനൽ കണ്ടോ, എന്റെ ചാനലിൽ ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കും ഇങ്ങനൊരു റിസൾട്ടാണ് കാണിക്കുന്നത്. എന്റെ വ്യൂവേഴ്സിന് ഈ ന്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ നിങ്ങളുടെ വ്യൂവേഴ്സിന് ഇഷ്ടമല്ലാത്ത കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. ഈ 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഷോർട്സിനും വീഡിയോസിനും ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ ഒരു മിനിമം വ്യൂസ് എങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കും. ഇപ്പം നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് യൂട്യൂബിന്റെ അൽഗോരിതത്തിനും മനസ്സിലാവത്തില്ല. നിങ്ങൾ കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്താൽ മാത്രമേ, നിങ്ങളുടെ ചാനലിൽ ചെയ്താൽ മാത്രമേ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുക, ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഇടുക. അങ്ങനെ കുറച്ച് ആയതിനു ശേഷം മാത്രമേ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. യൂട്യൂബിൽ നല്ല രീതിയിൽ ആക്റ്റീവായി വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്താൽ മാത്രമേ വ്യൂസ് വരത്തുള്ളൂ. വ്യൂസ് വന്നാലേ നിങ്ങളുടെ ഓഡിയൻസിന്റെ ടേസ്റ്റ് എന്താണെന്ന് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം കുറച്ച് വീഡിയോസും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് ഡെയിലി 2 എണ്ണം ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ നിങ്ങളുടെ ചാനലിൽ വന്നോളൂ. നിങ്ങൾക്ക് ഇന്ന് വ്യൂസ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഉള്ളതാണ് എന്ന് വിശ്വസിച്ച് തന്നെ നിങ്ങൾ ചാനൽ മുൻപോട്ട് കൊണ്ടുപോവുക. പിന്നെ ഒരു കാരണം കൂടെ, ഈ മിക്സഡ് കണ്ടന്റ് എന്ന് പറയുന്ന പരിപാടിയും കൂടെ ഒന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഈ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. എല്ലാവരും ചാനലിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.